So today we are going to unbox the Realme Watch. അതായത് നമ്മൾ ഇന്ന് റിയൽമി വാച്ചാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ വാച്ച് എല്ലാവരും ഇതിൻ്റെ യൂണിറ്റും ഇതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനായിരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റിൽ ഞാൻ ഈ റിയൽമി വാച്ചിൻ്റെ റിവ്യൂ ഇടുന്നത്. അപ്പം ഈ വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് 14 സ്പോർട്സ് മോഡ് ഉണ്ട്, 24x7 heartrate മോണിറ്റർ, പിന്നെ SP ഓട്ടോ മോണിറ്റർ ഉണ്ട്, ലാർജ് ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ സൈസ് എനിക്ക് തോന്നുന്നത് 1.4 ഇഞ്ച് ഏതാണ്ടാണ്. പിന്നെ വാച്ച് സ്ട്രാപ്പ് റിപ്ലേസ്മെൻ്റ് ഉണ്ട്, അതായത് നമുക്ക് 2 സ്ട്രാപ്പിലോട്ട് വരികയും ഒന്ന് ക്ലാസിക്കൽ സ്ട്രാപ്പ് ഉണ്ട്, പിന്നെ വേറെ ഒരെണ്ണം ഫാഷൻ സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഡെയിലി ആക്ടിവിറ്റി ട്രാക്കിംഗ്, അതിനകത്ത് നമ്മൾ എത്രത്തോളം നമ്മൾ വാക്കിംഗ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഞാനും ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യത്തെ തന്നെ നമുക്കൊരു സ്മാർട്ട് വാച്ചിൻ്റെ ഒരു ബോക്സിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയും പ്രീമിയം ബിൽഡാണ് റിയൽമി എപ്പോഴും. ഇപ്പം ഒരു ഫോണിൻ്റെ ബോക്സ് ആയാലും ഇതൊരു പവർ ബാങ്കിൻ്റെ ബോക്സ് ആയാലും അല്ലെങ്കിൽ ഒരു ഇയർഫോണിൻ്റെ ബോക്സ് തന്നെ അവർ അയച്ചു കഴിഞ്ഞാലും അപ്പോൾ അതിൻ്റെ ആ ബോക്സിൻ്റെ ആ ക്വാളിറ്റി നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് കൂടുതൽ വീഡിയോ ലെങ്തി ഒന്നും ആക്കുന്നില്ല. ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ഇടുന്നുണ്ട്, ഇതിൻ്റെ ടിപ്സും ട്രിക്സും പിന്നെ ഇതിന് എത്ര സ്പോർട്സ് മോഡുണ്ട് അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കിപ്പം ജസ്റ്റ് ഒരു അൺബോക്സിങ് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി ഈ ബോക്സ് തുറന്നായിരുന്നു. നമുക്ക് ബോക്സ് അപ്പം ഗൈസ് ഇതാണ് ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്നത് വാച്ചിൻ്റെ ക്വാളിറ്റി. ഇതായത് ഫാഷൻ സ്ട്രിപ്പ് ഉള്ള വാച്ചാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ക്രോം ഹാൻഡലുള്ള ക്രോമിൻ്റെ ആ എന്താ പറയുക ലോക്ക് ആക്കാനുള്ള ഇതൊരു. പിന്നെ വാച്ച് അത്രയും എന്താ പറയുക അത്രയൊന്നും ഹെവി അല്ല. ഞാൻ വിചാരിച്ചത് ആപ്പിളിൻ്റെ വാച്ച് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടായിരുന്നു, ചെറുതായിട്ടൊരു ഹെവി ഫീൽ പോലെ എനിക്ക് തോന്നി. ഹെവി എന്ന് പറഞ്ഞാൽ അത്ര ഹെവി അല്ല, ജസ്റ്റ് നോർമൽ ഉള്ള വാച്ചല്ലേ. പക്ഷേ ഒരു സ്മാർട്ട് വാച്ച് ഇടുമ്പോൾ അതിനതായത് ഒരു വേറെ ലുക്കാണ്. അപ്പം ഗൈസ് ഇതാണ് വാച്ചിൻ്റെ ഇത് സൈഡ് ബട്ടണാണ്. നിങ്ങൾക്ക് അപ്പം ഇത് സൈഡ് ബട്ടണാണ്. ഇതാണ് പുറകത്തെ ഒരു സെൻസർ. ഇതെല്ലാം കൂടെ നമ്മുടെ ഈ ഹാർട്ട് റേറ്റും പിന്നെ SP ഓട്ടോവും ഇതെല്ലാം അതിനകത്ത് കാണിച്ച് 14 സ്പോർട്സ് മോഡ് ഇതെല്ലാം കാണിച്ച് അതിൻ്റെ ട്രാക്കിംഗ് ആണ്. ഇനി ബോക്സിനകത്ത് എന്തോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ചാർജർ പിന്നെ യൂസർ മാനുവൽ ആയിരിക്കും ചിലപ്പോൾ. ഗൈസ് ഞാൻ ഈ വാച്ച് ചാലു ആക്കിയിട്ടുണ്ട്. അപ്പം ഈ വാച്ച് ഓൺ ആക്കുമ്പോൾ തന്നെ നമുക്ക് ലാംഗ്വേജ് കാണിക്കാം, അതായത് ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യാം. പിന്നെ ഇതൊരു QR കോഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് റിയൽമി ലിങ്ക് ആപ്പായിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സിംബോൾ കാണുന്നത് റിയൽമി ലിങ്ക് ആപ്പിൻ്റെ ഒരു സിംബോളാണ്. അപ്പം നമുക്ക് ഇത് സ്കാൻ ചെയ്തിട്ട് വേണം എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങാൻ, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ആവത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം ഇത്രേ ഉള്ളൂ ഈ വാച്ചിൻ്റെ ഞാൻ ഒരു റിവ്യൂ ഈ വാച്ചിൻ്റെ ഫുള്ള് എന്തൊക്കെ മോഡ് ഉണ്ടെന്ന് ഏത് രീതിയിലൊക്കെയാണ് ഈ മോഡൊക്കെ വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഞാനിത് കാണിച്ചു തരാം. അപ്പം ഗൈസ് ഈ ബോക്സിനകത്ത് വരുന്നത് ഇത്രേ ഉള്ളൂ. ഈ യൂസർ മാനുവലും റിയൽമി വാച്ചിൻ്റെയും പിന്നെ ഈ ചാർജിങ്ങിൻ്റെ ഒരു സോക്കറ്റ് അവർ തരും. അഡപ്റ്റർ ഒന്നുമില്ല അതിനകത്ത്. അഡപ്റ്ററൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ നോർമൽ ഫോൺസായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു USB തന്നെയാണ് അവർ തന്നേക്കുന്നത്. നമുക്ക് ലാപ്ടോപ്പിലും അതുപോലെ തന്നെ നമുക്ക് ലാപ്ടോപ്പിലും കണക്ട് ചെയ്യാം. അപ്പം ഗൈസ് ഇത്രേ ഉള്ളൂ ഈ റിയൽമി വാച്ചിൻ്റെ കുറിച്ച്. പിന്നെ റിയൽമിയുടെ വാച്ചിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തിൽ 15,000 യൂണിറ്റാണ് അവർ സോൾഡ് ചെയ്തേക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഈ വാച്ച് ബീറ്റ് ചെയ്യുന്നത് നോയ്സിൻ്റെ ഒരു ബ്രാൻഡായിട്ടാണ്. അതായത് നോയ്സിൻ്റെ കളർ ഫിറ്റ് Pro 2 അങ്ങനെ ഒരു വാച്ച് ഉണ്ട്. അപ്പം പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് റിയൽമി വാച്ച് ആയതുകൊണ്ട് ഞാൻ ഈ റിയൽമി വാച്ച് ഓർഡർ ചെയ്തു. ഇനി ഇതിൻ്റെ ഡെയിലി ട്രാക്കിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് അത് അറിയത്തില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു സ്പെസിഫിക്കേഷൻ എനിക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാനൊരു റിവ്യൂ ഇടാം എൻ്റെ ഈ വാച്ചിൻ്റെ ക്വാളിറ്റീസും. പിന്നെ നമ്മൾ ഈ വെയിലത്ത് പോകുമ്പം നമ്മൾ ഈ വാച്ച് നോക്കുമ്പം അങ്ങനെ അതിൻ്റെ വല്ല ഇഫക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ എന്തുവാ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന രീതി തന്നെ അതായിരിക്കും നല്ല ബ്രൈറ്റ്നെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ
ഇല്ലയോ എന്ന് അത് നമുക്കൊക്കെ എല്ലാം നോക്കാം. അതൊക്കെ ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് ഇത്രയേ ഉള്ളൂ. റിയൽമി വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിപ്പം കണ്ടത്. അപ്പം ഈ വാച്ചിൻ്റെ ഞാൻ ഫുൾ വീഡിയോ ഞാൻ 14 സ്പോർട്സ് മോഡും അതായത് ഈ ബോക്സിൻ്റെ പുറകെ കാണിച്ചേക്കുന്നത് ഇതിൻ്റെ ഹാർട്ട് റേറ്റും പിന്നെ 24/7 ഹാർട്ട് റേറ്റും SPO മോണിറ്ററും പിന്നെ അതിൻ്റെ ഡെയിലി ആക്ടിവിറ്റി ട്രാക്കിംഗ്. അതായത് ഞാൻ എക്സസൈസ് ഒന്നും ഞാൻ ചെയ്യത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഈ വാച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഈ വാച്ചിൻ്റെ ഒരു ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ബ്രൈറ്റ്നെസ്. അതായത് നമ്മൾ ഈ ഉച്ചയ്ക്ക് വെയിലത്തൊക്കെ നമ്മൾ ഇറങ്ങുമ്പം ഈ ഡേ ടൈമിൽ അതിൻ്റെ ബ്രൈറ്റ്നെസ് എത്രത്തോളം അത് കൺട്രോളായിട്ട് ഈ വാച്ച് അതിൻ്റെ ജെസ്ചർ ചെയ്യുന്നുണ്ടെന്ന് അത് നമുക്ക് നോക്കാം. അപ്പോൾ ആ എല്ലാം നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, നേരത്തെ വീഡിയോയിൽ. അപ്പം സോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് എബിജില ഡയറി. സ്റ്റേ സേഫ്.